ദേവരാജ് മാഷുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ച ഒരു കാര്യം, ഇദ്ദേഹം വക്കീലാണ്. അപ്പോൾ എൻറോൾ ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അനുഗ്രഹം തേടാൻ പോയപ്പോൾ ദേവരാജ മാഷ് പറഞ്ഞു അത്രേ, കേസില്ലാത്ത വക്കീലാവട്ടെ എന്ന്. കാരണം പാട്ടിലേക്ക് ഇദ്ദേഹം മുഴുവനായി പാട്ടിലേക്ക് വരണമെന്നുള്ളതുകൊണ്ട് കേസില്ലാത്ത വക്കീലാവട്ടെ. അത് സത്യമാണ് അല്ലേ? അങ്ങനെ പറഞ്ഞു. ഞാൻ മാസ്റ്ററെ കാണാൻ വേണ്ടി മാസ്റ്ററുടെ കരമനയിലുള്ള വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പോയി. ഇപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞു, പാസ്സായി. അപ്പോൾ അവിടെ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ എൻറോൾമെൻ്റ് ആണ്, അടുത്ത ദിവസം എൻറോൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ ചോദിച്ചു, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നീ പാട്ടുകാരനാവാനാണോ അതോ വക്കീലാവാനാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാസ്റ്റർ എനിക്ക് ആഗ്രഹം പാട്ടുകാരനാവാനാണ്, പിന്നെ ഇത് പഠിച്ചതുകൊണ്ട് എൻറോൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ കുറച്ച് സമയം ഇങ്ങനെ ദൂരേക്ക് നോക്കിയിരുന്നു, ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കാലിൽ തൊട്ട് എഴുതിട്ട് പോകാൻ മാസ്റ്റർ ഞാനൊന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കാലിൽ തൊട്ട് വീഴുമ്പോഴാണ് മാസ്റ്റർ തലയിൽ കൈവച്ചിട്ടാണ് പറഞ്ഞത്, എന്നാൽ നീ എന്നും ഒരു നല്ല കേസില്ല വക്കീലായിരിക്കട്ടെ എന്ന് പറഞ്ഞു.